പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് തമിഴ്നാട്ടുകാരുടെ ഒരു സ്പെഷ്യൽ നെയ്ച്ചോറിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമ്മളുണ്ടാക്കുന്ന സാധാരണ നെയ്ച്ചോറിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു നെയ്ച്ചോറാണ് കേട്ടോ ഇത്. നെയ്ച്ചോറ് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ക്ഷീണമോ കാര്യമോ മടുപ്പോ ഒന്നും തോന്നില്ല. അപ്പോൾ നമുക്ക് റെസിപ്പി കണ്ടു നോക്കാം. അതിനായിട്ട് ഞാനിതാ മിക്സിയുടെ ഒരു ചെറിയ ജാർ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു കൈപ്പിടിയോളം മല്ലിയിലയും ഒരു കൈപ്പിടിയോളം പുതിന ഇലയാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ ഇതിലേക്ക് ഒരു 5-6 കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ വലിയ ജീരകവും 2-3 കഷ്ണം പട്ടയും 3-4 ഗ്രാമ്പുവും 2 ഏലക്കായും ചേർത്ത് കൊടുക്കാം. ഒരു പച്ചമുളക് കട്ട് ചെയ്തത് കൂടെ ചേർത്ത് കൊടുത്ത് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ച് മാറ്റി വയ്ക്കാം. ഇനി ഇതാ അടികട്ടിയുള്ളൊരു പാത്രം ഗ്യാസ് അടുപ്പിൽ ചൂടാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് നമുക്ക് ആദ്യം ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയ്ക്ക് പകരം ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 2-3 കഷ്ണം പട്ട, 3-4 ഗ്രാമ്പു, 2 ഏലക്കായ എന്നിവ ചേർത്ത് കൊടുക്കാം. ഒരു കൈപ്പിടിയോളം കാഷ്യൂനട്ട് കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതെല്ലാം ചെറുതായിട്ടൊന്ന് മൂത്ത് വന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 2 വലിയ ഉള്ളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നീളത്തിൽ കനം കുറഞ്ഞ് കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒന്ന് വഴറ്റിയെടുത്ത ശേഷം ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം ഇഞ്ചിയും 1 ടീസ്പൂണോളം വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു പച്ചമുളക് നടുകെ കീറി 2 പീസായി കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളകൊക്കെ വേണമെങ്കിൽ നമ്മുടെ എരിവിനനുസരിച്ച് കൂട്ടിയെടുക്കട്ടോ. ഇനി ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും 1 ക്യാരറ്റ് നീളത്തിൽ ചെറുതായിട്ട് കനം കുറഞ്ഞ് കട്ട് ചെയ്തത് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഇതെല്ലാം ഒന്ന് വഴറ്റി കഴിയുമ്പോൾ നമ്മൾ ആദ്യം മല്ലിയിലയും കാഷ്യൂ നട്ട്സൊക്കെ ഒന്ന് അരച്ച് മാറ്റി വെച്ചിരുന്നല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ പേസ്റ്റ് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോകുന്നത് വരെ നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റിയെടുത്താൽ മതി. അതല്ലെങ്കിൽ ഈ പേസ്റ്റ് പെട്ടെന്ന് അടുക്കി പിടിക്കും. നല്ലപോലെ ഒന്ന് വഴറ്റി ഇതുപോലെ ഒന്ന് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ ഏത് പാത്രത്തിലാണോ അരി അളന്നെടുക്കുന്നത് ആ പാത്രത്തിൽ അരി ഉള്ളതിൻ്റെ ആ ഒരു 2 ഇരട്ടി വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കേണ്ടത്. ഇനി ചോറിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും പിന്നെ ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞത് കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ വെള്ളം നല്ലൊരു തിള വന്ന് കഴിയുമ്പം കഴുകി ഊറ്റി മാറ്റി വെച്ചിട്ടുള്ള അരി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ 1 കപ്പ് ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്. അരി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അരി ഒരു 1/4 ഭാഗത്തോളം വെന്ത് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്ന സമയത്ത് മൂടി തുറന്ന് നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂണോളം നെയ്യ് കൂടെ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് തട്ടിപ്പൊത്തി മൂടി വെച്ച് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് മൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചോറൊക്കെ പാകത്തിന് വെന്ത് കിട്ടും. അങ്ങനെ ചോറൊക്കെ വെന്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഗ്യാസ് അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ, നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള തമിഴ്നാട് സ്റ്റൈൽ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ചോറ് കഴിച്ചാൽ നമുക്ക് സാധാരണ നെയ്ച്ചോറ് കഴിക്കുമ്പോഴുള്ള ആ ഒരു മടുപ്പോ ക്ഷീണോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. വയറിന് നല്ല ദഹനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ചെയ്യും. അടിപൊളി ടേസ്റ്റുമാണ് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെ നെയ്ച്ചോറൊന്ന് ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.